എനിക്ക് രണ്ട് സഹോദരങ്ങളെയാണ് കിട്ടിയത്. ഇത് പറയുന്നത് മുസ്ലിമല്ല. ആ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മകള് പറയുകയാ, ഷമീറും മുസാഫിർ എന്ന് പറയുന്ന രണ്ട് കൂടപ്പറപ്പുകള് ആ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ പടച്ചവനെ പലരും പറയുകയാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് മുസ്ലിമീങ്ങളാണ്, ആ ജമ്മു കാശ്മീരിലെ മുസ്ലിമീങ്ങളാണ് പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് പരിശ്രമിച്ചത്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ ബാങ്ക് വിളിക്കുന്ന മിനാരത്തിലൂടെ അപകടങ്ങളെ കുറിച്ച് വിളിച്ചു പറയുന്ന വാർത്തകളാണ്. എന്റെ പ്രിയപ്പെട്ടവര്, സ്വന്തം ജീവിതം പോലും നോക്കാതെ ശത്രുവിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടി പടച്ചവനെ പാപങ്ങളെ രക്ഷപ്പെടുത്താൻ സ്വന്തമായി ഷഹീദായ ചെറുപ്പക്കാരന്റെ പേരും മുസ്ലിമിന്റെ പേരായിരുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ എല്ലാവരും മറന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, എങ്കിലും നീ മനസ്സിലാക്കേണ്ട കാര്യമെന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? എടോ, കൊലതാ തീവ്രവാദിക്കും മതമില്ലടോ, കൊലപാതകം ചെയ്യുന്നവന് മതമില്ലടോ. അവന്റെ മതമെന്ന് പറയുന്നത് അക്രമമാണ്. അവൻ അതിനു വേണ്ടി ജീവിക്കുന്നവനാണ്. അത് ഏത് പേര് കൊണ്ടൊരിക്കലും അവൻ ഒരു മതത്തിലേക്ക് ചേരുന്നവനല്ല. മുസ്ലിം സമുദായത്തിന്റെ നിലപാട് എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലം മുമ്പ് നബി തങ്ങൾ പറയുകയാണ്, പടച്ചവനെ ഒരു മനുഷ്യനെ കൊല്ലുന്നത് വല്ലാത്ത പാപമാ. അത് സാധാരണ പാപമല്ല. ഒരു മനുഷ്യനെ കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള സർവ്വജനങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൊലപാതകം ചെയ്യൽ ലോകത്തുള്ള സർവ്വരെയും കൊല്ലുന്നതിന് തുല്യമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയുവോ? ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല, ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പടച്ചവൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുകയാണ്, റോഡിലൂടെ നടന്നു പോകുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായി ആ വഴിയിൽ ഒരു കല്ല് കിടന്നാൽ, ഒരു കമ്പ് കിടന്നാൽ, ഒരു കുപ്പിച്ചില്ല് കിടന്നാൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകണമെന്നാണ്. ആ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കാത്ത മുസ്ലിമില്ലടോ. പടച്ചവനെ അവന് ജീവിക്കുന്നത് തന്നെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗത്തിൽ പോകാനാ. നിബിധങ്ങൾ പറയുകയാണ്, റോഡിലൂടെ നടന്നു പോകുന്ന മനുഷ്യന് പ്രയാസകരമായി വഴിയിൽ ഒരു കല്ല് കിടന്നാൽ, ഒരു കമ്പ് കിടന്നാൽ അതെടുത്തു മാറ്റുന്നവൻ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു